ഹായ് വ്യൂവേഴ്സ്. അപ്പോൾ ഞാൻ ഇന്നെല്ലാവർക്കും ഒരു ഷോർട്സിലൂടെയൊക്കെ തന്നെ കണ്ടു പരിചയം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗും കൂടി ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. എന്താ വെച്ചാൽ അവരിന്ന് മാലിടാൻ പോവാണ്. വൃശ്ചിക നോമ്പ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഈ മാലിട്ടിട്ട് കുറച്ച് ദിവസം കൂടി മാലിട്ട് സമയമാരായി നിന്നിട്ട് മലയ്ക്ക് പോവാം എന്നുള്ള ആഗ്രഹത്തിലാണ്. ഇവിടെ ഒരാൾ ഇതാ നല്ല തണുപ്പൊക്കെ ഉള്ള ടൈമല്ലേ, നല്ല തണുത്ത് രാവിലെയൊക്കെ ഇങ്ങനെ കുളിക്കണോ വേണ്ടേന്നൊക്കെ വിചാരിച്ച് കുളിച്ച് പിന്നാലെ കൂടിയതാണ്. നല്ല തണുപ്പുണ്ട്. നടന്നിട്ടാണ്ട് എത്തണമില്ല ഇയാൾക്ക്. കുട്ടിസ്വാമി മുണ്ടൊക്കെ എടുത്ത് നല്ല ആളായിട്ട് വലിയ ആളായ പോലെയൊക്കെയാണ് നടക്കണത് കേട്ടോ. മുണ്ടൊക്കെ എടുത്ത് മുണ്ട് അഴിയണം പിന്നെയും കെട്ടണം ഒക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ സ്പീഡിലൊക്കെ നടന്ന് നോക്കുകയാണ്. വേഗം നടക്കുകയാണെങ്കിൽ അമ്പലത്തിൽ ചെന്നാൽ പായസം കിട്ടുന്ന പറഞ്ഞപ്പോഴേ മണിക്കുട്ടിയൊക്കെ നല്ല സ്പീഡിലായി നടത്തും. പിന്നെ ആരും നോക്കാതെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നാണം വരുന്നുണ്ട്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതാണ് ഞാൻ കാണുന്നതാണ് ഞങ്ങളുടെ അമ്പലം. തിരുവാലിയാണ് സ്ഥലം. വിഷ്ണു വേട്ടേക്കരൻ നരസിംഹമൂർത്തിയാണ് ആൽപ്പേറ്റിലെ അമ്പലം. വിഷ്ണുവാണ് പ്രതിഷ്ഠ. അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ എത്തി എല്ലാവരും ചെരുപ്പൊക്കെ അഴിച്ച് വെച്ച് ഉള്ളിലേക്ക് കയറാനുള്ള തത്രപ്പാടിലാണ്. നല്ലൊരു അന്തരീക്ഷം കേട്ടോ. നല്ല മഞ്ഞൊക്കെ മൂടിയിട്ടുണ്ട്. ഇതിൽ ശരിക്കും മനസ്സിലാവണുണ്ടോയെന്ന് അറിയണില്ല. നന്നായിട്ട് മഞ്ഞുണ്ടായിരുന്നു. നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. പിന്നെ മാലയൊക്കെ ഇട്ട് അവർ വന്ന് തൊഴുതുള്ളിൽ. പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. ഇവൻ പിന്നെ ഇത് കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ കാണിച്ച് ഇങ്ങനെ നടക്കണുണ്ട്. മാലയൊക്കെ ഇട്ട് ശരണം വിളിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഒരു മുട്ടിറക്കണം, ഒരു ഭാഗത്ത് മുട്ടിറക്കാനുണ്ട് പറഞ്ഞപ്പോൾ നാളികേരമൊക്കെ വാങ്ങിയിട്ട് ഒന്ന് നനയ്ക്കാനൊക്കെ പോയി. എല്ലാവരും നനച്ചൊക്കെ കൊടുന്ന് മുട്ടിറക്കാൻ നിൽക്കട്ടെ. അവനൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് പൊട്ടി, ചെറുതായിട്ടൊന്ന് പൊട്ടി, ശരിക്കും പൊട്ടിയില്ലായിരുന്നു. അപ്പോൾ അത് ഏട്ടനെടുത്തിട്ട് ഒന്നുകൂടി എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ അച്ഛനും ഏട്ടനും എല്ലാവരും നാളികേരമൊക്കെ ഉടച്ച് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോരാൻ നിൽക്കുകയാണ്. മാലകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി പോവാൻ ഇറങ്ങിയിട്ടോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവനിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും അവലോലിക്കൊക്കെ കണ്ട് അതെടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നോട്. കഴിഞ്ഞ് അവരെല്ലാവരും കുറേ മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ബാക്കിലായിപ്പോയി. അവനോരോന്ന് കണ്ടാണ്ട് ടീച്ചറെ വീടും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അവിടെ അടുത്തൊക്കെ. അവിടെയൊക്കെ നോക്കി അങ്ങനെ പോന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മുണ്ടെടുത്തിട്ട് ആൾക്ക് നടക്കാനേ പറ്റണില്ല കേട്ടോ. ശരിയാവണേ ഇല്ല. എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒന്നും അവിടെ റെഡി ആവാത്ത പോലെയാണ് മുണ്ടെടുത്തിട്ട്. പിന്നെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അമ്പലത്തിലോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറച്ച് നടന്ന് പോകാൻ തന്നെ ഉള്ളൂ. വണ്ടിക്ക് പോവുക ചെയ്യുക. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ പാടത്തു കൂടെയൊക്കെ ഇറങ്ങി പോവുകയാണെന്ന് വെച്ചാൽ കുറച്ച് നടക്കാനുള്ള ദൂരം തന്നെയുള്ളൂ വീട്ടിൽ നിന്ന് അമ്പലത്തേക്ക്. റോഡ് വഴിയും പോവുക ചെയ്യുക. വണ്ടി സൗകര്യമൊക്കെ ഉള്ള വഴി തന്നെയാണ്. പക്ഷെ അവർ എല്ലാവരും കൂടി ഉള്ളതല്ലേ, അപ്പോൾ ഒരുമിച്ച് നടന്ന് പോകാമല്ലോ എന്നും പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയോണ്ടിരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ സ്കൂളിൽ പോവില്ല, ലീവാക്കും, നേരം വൈകിയെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ സംസാരിച്ച് നടന്നുകൊണ്ടേയിരിക്കുകയാണ്.